അപ്പോൾ ഈ ബിഗിനർ ഇൻവെസ്റ്റർ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അതിന് സിമ്പിളായിട്ടുള്ള ആൻസർ എന്താ സംഭവിക്കുക ഇൻവെസ്റ്റ് ചെയ്തില്ലെന്ന് മനസ്സിലാക്കിയാൽ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കുറേ പൈസ എടുത്തു വെച്ചു. കുറേ ആൾക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, പൈസ സേവ് ചെയ്താൽ നല്ലതാണ്. യെസ്, പൈസ നിങ്ങൾ ചിലവാക്കുന്നതിന് പകരം സേവ് ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷേ ആ സേവ് ചെയ്ത് അവിടെ വെറുതെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ FDയിലോ അല്ലെങ്കിൽ സൂക്ഷിച്ച് നമ്മൾ പണമായിട്ട് വെച്ചാൽ ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇടണം. അത് നിങ്ങളുടെ പൈസ ഗ്രോ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ആ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നിങ്ങളുടെ പൈസ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം, എന്നാലേ അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിൽ എന്താ സംഭവിക്കുക? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഐഫോണിൻ്റെ പൈസ കൂടുന്നുണ്ട്. ഈ ഇലക്ട്രോണിക്സിൻ്റെ പൈസ മാത്രമല്ല കൂടുന്നത്, ചോറിൻ്റെ വില കൂടുന്നുണ്ട്, പച്ചക്കറീൻ്റെ വില കൂടുന്നുണ്ട്, റെൻറ്റിൻ്റെ വില കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ലെറ്റ്സ് സേ ഇന്ത്യയിൽ പൈസകൾ സാധാരണ കൂടുന്നത് ഒരു 6 to 7%. അങ്ങനെ പറഞ്ഞാൽ ഈ വർഷം 100 രൂപയുള്ള സാധനം അടുത്ത വർഷം ഏകദേശം 106 രൂപയാവും. ഈ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, 10 രൂപേൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റ് ചെറുതാവുന്നത് പക്ഷേ സെയിം പൈസ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിളിക്കും ഇൻഫ്ലേഷൻ. അപ്പോൾ ഓരോ വർഷവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് 6 to 7%. നിങ്ങളിപ്പോൾ കുറേ ഇലക്ട്രോണിക്സ് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ 8 to 10% എന്ന് കരുതണം. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൻ പ്രദേശത്തൊക്കെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ പച്ചക്കറി സാധനങ്ങളൊക്കെ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 to 4% ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എനിവേസ്, സാധനങ്ങളുടെ പൈസ കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ലെറ്റ്സ് 10 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചോണ്ടിരുന്നാൽ ഈ വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. അടുത്ത വർഷം ആ കാറിൻ്റെ പൈസ കൂടും, അപ്പോൾ നിങ്ങൾക്ക് ആ കാറ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസേൻ്റെ പവർ പോവുക. ഓക്കെ, 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് 10 ലക്ഷം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 10 ലക്ഷം അങ്ങനെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് വലുതാക്കണം. അത് എത്ര വലുതാക്കണം? നമ്മൾ ഇൻഫ്ലേഷൻ, ഞാൻ പറഞ്ഞൊരു 6-7% രൂപ കൂടുന്നില്ല എല്ലാ വർഷം സാധനത്തിൻ്റെ, അതിനെങ്കിലും പൊട്ടിക്കണം. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ 10 ലക്ഷം നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അത് ഗ്രോ ചെയ്യണം 6 അല്ലെങ്കിൽ 7%-നേക്കാട്ടും കൂടുതൽ. എന്നാലേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കുറയാതിരിക്കുള്ളൂ. നിങ്ങൾക്ക് ആ വാങ്ങിക്കാൻ പറ്റുന്ന പവർ, പർച്ചേസിങ് പവർ കുറയാതിരിക്കുള്ളൂ. നിങ്ങൾ ആ 10 ലക്ഷം അങ്ങനെ തന്നെ എടുത്തു വെച്ച് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും, പക്ഷേ എന്താണ്, നിങ്ങൾ ദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മെല്ലെ മെല്ലെയാണ് സംഭവിക്കുക, പക്ഷേ ആ 10 ലക്ഷത്തിന് പവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഫ്ലേഷൻ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ വളരെ ഒരു ബാഡ് ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി എല്ലാവർക്കും ഫസ്റ്റ് തന്നെ വരുന്നൊരു കാര്യം, ബാങ്ക് അക്കൗണ്ടിൽ വെച്ചാൽ 3 to 4% കിട്ടും, സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ FDയിൽ ഇട്ടാൽ 6 to 7% കിട്ടും. നമുക്കൊരു 5 to 6 ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സിൽ വെറുതെ വെച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പൈസ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ വർഷം 2%, 3% വെച്ചിട്ട് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ FDയിൽ ഇടാണെങ്കിൽ 6 to 7% കിട്ടും, പക്ഷേ അത് ബെയർലി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ ഈ 6 to 7% കിട്ടുന്നു. അതിൻ്റെ ഒരു 10, 20, 30% നിങ്ങൾ ഇൻകം ടാക്സ് അടിക്കുമ്പോൾ അവസാനം 3-4% കിട്ടുന്നുള്ളൂ. സോ ബേസിക്കലി FD എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലേഷൻ ശരിക്കും പറഞ്ഞാൽ 8-10%. അപ്പോൾ നിങ്ങൾ വീണ്ടും FDയിലിട്ടാൽ പൈസ കളയണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് അതിൻ്റെ ഡബിൾ 3 ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ സ്ട്രാറ്റജീസും കുറേ മെത്തേഡ്സും ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലെറ്റ്സ് X എമൗണ്ട് എല്ലാ മാസം കിട്ടുന്നുണ്ട്. ചിലവർക്ക് 10,000 ആയിരിക്കും, ചിലവർക്ക് ലക്ഷങ്ങളായിരിക്കും. എനിവേസ്, ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ റൂൾ പറഞ്ഞുതരാം. എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, എത്ര പൈസ നിങ്ങൾ വേറെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനാണ് 50-30-20 റൂൾ എന്ന് പറയാം. 50-30-20 റൂൾ പറയുന്നത് വളരെ സിമ്പിളാണ്. 50% ഓഫ് യുവർ ഇൻകം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ റെൻ്റ് ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ട്രാൻസ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആവശ്യങ്ങൾ, ഓക്കെ, നെസസറി ഐറ്റംസ്. ഓക്കെ, ബാക്കിയുള്ള 30% നിങ്ങളുടെ വാണ്ട്സ്, നിങ്ങൾ ആഗ്രഹമുള്ള സാധനം. ഫോർ എക്സാമ്പിൾ, സിനിമയ്ക്ക് പോവുക, ചെറിയ ഇയർഫോൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഈ 30%ലേക്ക് വെക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളല്ലാത്ത നിങ്ങൾക്ക് കൊതിയുള്ള സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള 20% സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്ത് വെക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഗോൾഡിലോ ഒക്കെ ഇട്ടിട്ട് ഗ്രോ ചെയ്യിക്കാൻ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 50-30-20 റൂൾ. ഇതെല്ലാവരും അങ്ങനെ കൃത്യമായിട്ട് അനുസരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുമോ, ചിലവർ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും, അപ്പോൾ വീട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് റെൻറ്റോ ട്രാൻസ്പോർട്ടോ ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 50-30-20ക്ക് പകരം നിങ്ങൾക്ക് വേണേൽ 30 അതുകൊണ്ട് 40 സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ സേവ് ചെയ്യാൻ തുടങ്ങുന്നോ, എത്ര ശതമാനം സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. നിങ്ങൾ അതിൽ 30,000 രൂപ നിങ്ങൾ മാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിലോ കേരളത്തിലോ കൊച്ചിയിലോ എവിടെയെങ്കിലും നിങ്ങൾ ഫ്ലാറ്റ് ഒക്കെ എടുത്തോ റെൻ്റ് ഒക്കെ എടുത്തിട്ടോ ജീവിക്കുമെന്ന് വിചാരിക്കുക. പകുതി പൈസ എന്താണ് നിങ്ങളുടെ റെൻറ്റിന് പോകുമായിരിക്കും, നിങ്ങളുടെ ട്രാൻസ്പോർട്ടും ഫുഡിനൊക്കെ പോകുമായിരിക്കും. അപ്പം 50% ഓഫ് 30,000 എന്ന് പറയുമ്പോൾ 15,000 ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പോകുമായിരിക്കും. ഇനി നിങ്ങൾക്ക് വേറെ ഒന്ന് പുറത്തൊക്കെ പോകണം, ഭക്ഷണമൊക്കെ കഴിക്കണം, നിങ്ങൾക്ക് സിനിമ കാണണം, അങ്ങനത്തെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് 30% വെക്കാം, വിച്ച് ഇസ് 9,000. 9,000 ഒക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാവണം. ഓക്കെ, 9,000 ക്രോസ് ചെയ്യരുത്. ഇനി അത് കുറച്ച് കുറവാണ് ഈ മാസമെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നേരെ കൊണ്ടിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9,000 അതിലേക്ക് വെക്കുക. 20% എന്ന് പറയുമ്പോൾ 6,000 റുപ്പീസ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും സേവിങ്സിലേക്കും മാറ്റി വെച്ചാൽ ഓക്കെ വളരെയധികം നല്ലതാണ് വെൻ യു ആർ സ്റ്റാർട്ടിങ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി. ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റ് രസം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങൾ 10,000 രൂപ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ 10,000 റുപ്പീസിൽ ഞാൻ നിങ്ങൾക്ക് 12% പെർ ആനം 12% റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്കാണെങ്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു 15% ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിഫ്റ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 12% ഒക്കെ പറ്റും. അപ്പം 12% എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം റിട്ടേൺ ഒന്നുമല്ല, പക്ഷേ ഒരു സ്റ്റാൻഡേർഡാണ്, നമുക്കൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് പിടിക്കാം. നിങ്ങൾ 10,000 രൂപ ഇട്ടോ, നിങ്ങൾ 12% റിട്ടേൺ കിട്ടുമെന്ന് വിചാരിക്കുന്ന എല്ലാ വർഷം ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ 12 ലക്ഷം ഇട്ടിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് കൂട്ടാൻ നിങ്ങളുടെ സാലറി കൂടുമ്പോഴും ഇൻകം കൂടുമ്പോഴും 12 ലക്ഷം നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിലുണ്ടാവുക 23 ലക്ഷമാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം 12 ലക്ഷം 10 വർഷത്തിൽ 23 ലക്ഷം. ഇനി 20 വർഷം കഴിയട്ടെ, നിങ്ങൾ 10,000 രൂപ എല്ലാ മാസം ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. 24 ലക്ഷം രൂപ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഏകദേശം ഉണ്ടാവും, 99 ലാക്ക് ഏകദേശം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി 30 വർഷം നിങ്ങൾ 10,000 രൂപ എല്ലാ മാസം ഇട്ടുകൊണ്ടിരുന്നാൽ 36 ലക്ഷം നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ 3.5 കോടി ഉണ്ടാവും. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് മാസം 10,000-നെക്കാളും കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ഇടാൻ പറ്റുമായിരിക്കും. 15,000, 20,000 അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പെർസെൻറ്റേജ് 12-നെക്കാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പേഴ്സണലി ഞാനൊരു 20-25% ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ലക്കിലി. അപ്പം നിങ്ങൾക്കും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിനെക്കാട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 12% ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്ര ഉണ്ടാക്കാമെന്നും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപ സ്റ്റാർട്ട് ചെയ്താൽ എവിടെ എത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി. സെക്കൻഡ് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് എത്ര നിങ്ങളുടെ സാലറീൻ്റെ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ 50-30-20 റൂൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം FD എന്നുള്ള ഓപ്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, FD എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്, വളരെ സേഫ് ഓപ്ഷനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആസ് എ ബിഗിനർ ഇൻവെസ്റ്റർ നിങ്ങൾ അതിൽ ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് 7%, 6% കിട്ടണം, നിങ്ങൾക്ക് വലിയ റിട്ടേൺ ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ എമർജൻസി സിനാരിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ വേണം, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയാം. എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ ഷെയർ വാങ്ങിക്കാനൊക്കെ അല്ലേ. നിങ്ങളുടെ ഫസ്റ്റ് ഇൻകം വരുമ്പോൾ നിങ്ങൾ ചിലപ്പം ടാറ്റേൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീൻ്റെയൊക്കെ ഒരു ഷെയർ വാങ്ങിക്കായിരിക്കും. ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. പക്ഷേ നിങ്ങൾ മെജോറിറ്റി ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു റിസ്ക് ഉണ്ട്. കാരണം നിങ്ങൾ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ കുറേ പൈസ പോവും. അപ്പം നിങ്ങൾ കൊതിക്കുകയാണെങ്കിൽ 1-2 ഷെയറൊക്കെ വാങ്ങിച്ച് വെച്ചാൽ ചെറിയ എമൗണ്ടിന്. പക്ഷേ ബാക്കിയുള്ളത് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ഗുഡ് ഐഡിയ ബിഗിനേഴ്സിന്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന, പൈസ പോകുന്നു പൈസ വരുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. നിങ്ങളുടെ വലിയ റിസ്ക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ഒന്നും അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പേഴ്സണലി ഞാൻ വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കുറച്ച്, എൻ്റെ ഒരു 10%, 5%-നെക്കാട്ടും കുറവ് പൈസയാണ് എൻ്റെ ഉള്ളതിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ടുള്ളൂ. ആൻഡ് അത് ഭയങ്കര പെർഫോമൻസ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ട് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടോളും. അവരും വളരെ സേഫ് ആയിട്ടുള്ള കമ്പനീസിൽ ഇട്ടോളും. നിങ്ങൾക്ക് റിസ്ക് വേണമെങ്കിൽ റിസ്ക് ഉള്ള കമ്പനീസിൽ ഇട്ടോളും. ഓക്കെ, അപ്പം അങ്ങനെ നല്ല റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതിന് മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ടാൽ ഒരു ചെറിയ പെർസെൻറ്റേജ് എക്സ്പെൻസ് കമ്മീഷനോ പെർസെൻറ്റേജ് കൊടുത്താൽ അവർ ചെയ്തോളും പണി. അത് അത്യാവശ്യം നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, മാർക്കറ്റ് നന്നായിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല റിട്ടേൺസ് ഉണ്ടാവും. മാർക്കറ്റ് ഡൗൺ പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി കുറച്ച് നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാവും. പക്ഷേ ഇൻ ദ ലോങ് റൺ മ്യൂച്വൽ ഫണ്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമതാണ് ഗോൾഡ്. ഓക്കെ, ഗോൾഡ് നിങ്ങൾ പേരൻസ് ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാം, ഗോൾഡ് ETFs വാങ്ങിക്കാം, അങ്ങനത്തെ വലിയ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡ് ഇസ് ഓൾസോ നോട്ട് എ ബാഡ് ഓപ്ഷൻ. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത് ബിഗിനർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. ഇനി ഇതല്ലാണ്ട് റിയൽ എസ്റ്റേറ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വാച്ചസിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടി ഡിസ്കസ് ചെയ്യേണ്ട. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റിയൽ എസ്റ്റേറ്റ് വളരെ വലിയ ക്യാപിറ്റൽ അല്ല കോർപ്പസ് വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ലക്ഷങ്ങളോ കോടികളെ പറ്റിയിട്ടല്ല. ദിസ് ഈസ് അബൌട്ട് ബിഗിനർ ഇൻവെസ്റ്റർ. അപ്പം ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ എത്ര പൈസ എവിടെ ഇടണമെന്ന് മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി.
ഇനി നിങ്ങളുടെ ഏത് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യണം, എന്ത് ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും 100 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി SIP വീഡിയോ പോയി കാണാം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം മാസം കൊടുത്തിട്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സെക്കൻഡ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ പിക്ക് ചെയ്യണം, എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.